സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ച രാവിലെ 10-ന് വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണും. തെരഞ്ഞെടുപ്പ് ഫലം കമ്മീഷന്റെ വെബ്സൈറ്റിലെ ലിങ്കിൽ ലഭ്യമാകും. ഇപ്പോൾ വിജനാണ് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നത്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 വാർഡുകളെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു കാണുമല്ലോ. തിരുവനന്തപുരത്ത് ശ്രീവരാഹം ഡിവിഷനിലൊക്കെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. തീർച്ചയായും ശ്രീവരാഹത്തുൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ എന്തായാലും 28ഓളം വാർഡുകളിലാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 30 വാർഡുകളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും രണ്ടിടത്ത് LDF എതിരില്ലാതെ ജയിച്ചിട്ടുണ്ട്. 22 തദ്ദേശ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഒപ്പം തന്നെ 5ഇടത്ത് മുനിസിപ്പൽ വാർഡുകളിലും ഒപ്പം തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് നിലവിൽ നടക്കുന്നത്. നാളെ രാവിലെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുക. എന്തായാലും വലിയ തരത്തിലുള്ള മാറ്റം, ഒരു പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഒന്നുമുള്ള മാറ്റം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വാശിയേറിയ തിരഞ്ഞെടുപ്പായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും വലിയ തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാഹചര്യം തിരഞ്ഞെടുപ്പ് ഫലം നൽകില്ല. ശരത്ത്, ശരി, വിജനാണ് വിശദാംശങ്ങൾ നൽകിയത്.